വെൽക്കം ടു വി4 സിവിൽ. വി4 സിവിലിൻ്റെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സർവേയിങ്ങിലെ മെഷർമെൻറ്റ് ഓഫ് ഏരിയ ആൻഡ് വോളിയം എന്നുള്ളൊരു ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്. കമ്പാരിറ്റീവ്ലി സിമ്പിൾ ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. നമ്മളിപ്പോൾ ഒരു ഓവർസിയർ ലെവലിൽ നോക്കുകയാണെങ്കിൽ ഇതിൽ വരുന്ന മെത്തേഡുകൾ ഏതൊക്കെയാണ്, അതിൻ്റെ ഇക്വേഷൻസ് എന്താണെന്നുള്ളത് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ലെവലാണെങ്കിൽ നമ്മൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് പ്രോബ്ലംസും കൂടി വർക്കൗട്ട് ചെയ്യുന്നതാവും ബെറ്റർ ആയിട്ട് വരുന്നത്. ഇതിൽ വരുന്ന പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ ചിലപ്പം കുറച്ച് ടൈം എടുക്കുന്ന കാൽക്കുലേഷൻസ് ആവും. ഇക്വേഷൻസ് ഒക്കെ അത്യാവശ്യം ലെങ്തി ഇക്വേഷൻസ് ആണ്. അപ്പോൾ സാധാരണ മുന്നേ നമ്മൾ കണ്ടിട്ടുള്ള പ്രോബ്ലംസ് പോലെ പെട്ടെന്ന് ചെയ്ത് തീരാൻ കഴിയില്ല. അപ്പോൾ ബൈ പ്രാക്ടീസ് മാത്രമേ നമുക്ക് അതൊന്ന് സ്പീഡപ്പ് ആക്കി എടുക്കാൻ വേണ്ടി പറ്റുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് മെഷർമെൻറ്റ് ഓഫ് ഏരിയ ആൻഡ് വോളിയം. എന്തിനാണ് നമ്മൾ ഏരിയയും വോളിയം മെഷർ ചെയ്യുന്നത് എന്നുള്ള നമുക്കറിയാം. ഇപ്പോൾ നമ്മൾ ഒരുപാട് ടൈപ്പ് ഓഫ് സർവേസ് പഠിച്ചു. അപ്പോൾ ഈ ഒരു എല്ലാ സർവേസിൻ്റെയും ഒരു മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്? ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ്, ദാറ്റ് ഈസ് ഏരിയ ആൻഡ് വോളിയം കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഏരിയ എങ്ങനെയൊക്കെയാണ് മെഷർ ചെയ്യാം, അതിന് ഏതൊക്കെ മെത്തേഡുകളാണ് നമുക്കുള്ളത്, അവൈലബിൾ ആയിട്ടുള്ളത് എന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ മെഷർമെൻറ്റ് ഓഫ് ഏരിയ. നമ്മൾ ഏരിയ മെഷർ ചെയ്യുന്ന സമയത്ത് അവിടെ മെയിനായിട്ട് നമ്മൾ രണ്ട് ഫാക്ടേഴ്സിനെയാണ് കൺസിഡർ ചെയ്യുന്നത്. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു ട്രാക്റ്റിൻ്റെ ഒരു ഷേപ്പ് എങ്ങനെയാണ്, ആ ഒരു ഏരിയേൻ്റെ ഷേപ്പ് എങ്ങനെയാണ് എന്നുള്ള, അതായത് സ്ട്രൈറ്റ് ആണോ, പെരാബോളിക് ആണോ, ഇറഗുലർ ആണോ, അങ്ങനെ ഏതെങ്കിലും ഒരു ഷേപ്പ് അത് ഫോളോ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ആ ഒരു ഷേപ്പിനെയാണ് ഫസ്റ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, ഷേപ്പ് ഓഫ് ട്രാക്റ്റ്. സെക്കൻഡ് ഒരു പോയിൻ്റാണ് അക്യുറസി റിക്വയർഡ്, അതായത് നമ്മൾ ചെയ്യുന്ന വർക്ക് എത്രത്തോളം അക്യുറേറ്റ് ആണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ രണ്ട് ഫാക്ടേഴ്സിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ മെഷർമെൻറ്റ് ഓഫ് ഏരിയ ഏത് മെത്തേഡ് വെച്ച് ചെയ്യണം എന്ന് നിശ്ചയിക്കുന്നത്. അപ്പോൾ നമുക്ക് മെയിനായിട്ട് മെഷർമെൻറ്റ് ഓഫ് ഏരിയ ചെയ്യാൻ രണ്ട് മെത്തേഡുകളാണുള്ളത്. ഫസ്റ്റ് വണ്ണ് ബൈ മെഷർമെൻറ്റ് ഫ്രം പ്ലാൻ, അല്ലെങ്കിൽ പ്ലാൻ മെഷർമെൻറ്റ്സ്. സെക്കൻഡ് വണ്ണാണ് ഫീൽഡ് മെഷർമെൻറ്റ്സ്. ഏതൊക്കെയാണ്? ഫീൽഡ് മെഷർമെൻറ്റ്സും ഫീൽഡ് മെഷർമെൻറ്റ്സ് ബൈ ഫീൽഡ് മെഷർമെൻറ്റ്. സെക്കൻഡ് വണ്ണാണ് ബൈ പ്ലാൻ മെഷർമെൻറ്റ്സ്. ഫീൽഡ് മെഷർമെൻറ്റ്സ് എന്ന് വെച്ചാൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ആ ഫീൽഡിൽ ചെന്നിട്ട് ആ ഫീൽഡിൻ്റെ ഒരു ഷേപ്പ് ഡിപ്പെൻഡ് ചെയ്തിട്ട് എടുക്കുന്ന മെഷർമെൻറ്റ്സ് ആണ്. ദെൻ പ്ലാൻ മെഷർമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു ഏരിയേൻ്റെ പ്ലാൻ പ്രിപ്പയർ ചെയ്തിട്ട് അത് ഏതെങ്കിലും ഒരു സ്പെസിഫൈഡ് സ്ട്രക്ചറിനെയൊക്കെ, അതായത് ഇപ്പോൾ നമുക്കറിയാം ഏതെങ്കിലും ജോമെട്രിക്കൽ ഷേപ്പുമായിട്ടൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു ഇക്വേഷൻ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതായത് എന്ത് ചെയ്യണം, നമുക്ക് പ്ലാനിന് എന്ത് ചെയ്യണം, ഇപ്പോൾ ഇങ്ങനെയുള്ളൊരു പ്ലാൻ ആണെങ്കിൽ ആ പ്ലാനിനെ കറക്റ്റായിട്ട് സ്ട്രൈറ്റ് ലൈൻസ് വെച്ച് ജോയിൻ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതിന് ഏതെങ്കിലും ജോമെട്രിക്കൽ ഫിഗേഴ്സുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ഇക്വേഷൻസ്, ഏരിയ കാണാനുള്ള ഇക്വേഷൻ. ഇപ്പോൾ ഒരു ട്രയാങ്കിൾ ആണെങ്കിൽ, റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണെങ്കിൽ ഹാഫ് BH എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇൻ കേസ് നമ്മളുടെ ബൗണ്ടറീസ് ഇറഗുലർ ആണ്, അതായത് സ്ട്രൈറ്റ് ലൈൻ ഒന്നും വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഏരിയ മെഷർ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്രോക്സിമേറ്റ് മെത്തേഡ്സ് ആണ്. അപ്പോൾ ഈ ഒരു പ്ലാൻ മെഷർമെൻറ്റ്സിൻ്റെ കേസിൽ ഏതൊക്കെയുണ്ട്? ജിയോമെട്രിക്കൽ മെഷർമെൻറ്റും ഉണ്ട്, അതുപോലെ തന്നെ അപ്രോക്സിമേറ്റ് മെത്തേഡ്സും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ബേസിക് ആയിട്ട് ഇതിൽ വരുന്നത്. ഇനി നമുക്കിപ്പോൾ നമ്മൾ പറഞ്ഞു നമുക്ക് ജിയോമെട്രിക്കൽ ഫിഗേഴ്സ് വെച്ചിട്ട് അവരുടെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ. അപ്പോൾ നമുക്ക് ബേസിക് ആയിട്ട് അറിയാവുന്ന കുറച്ച് ജിയോമെട്രിക്കൽ ഫിഗേഴ്സും അവരുടെ ഏരിയ കാണാനുള്ള ഇക്വേഷനും എന്താണെന്നുള്ളത് നോക്കാം. വളരെ സിമ്പിളാണ്. അപ്പോൾ നമ്മൾ ഓവർസിയർ ലെവലിലൊക്കെ ഒരുപാട് പഠിച്ചിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഫസ്റ്റ് വണ്ണ് നമുക്കൊരു റെക്റ്റാങ്കിൾ കൺസിഡർ ചെയ്യാം. റെക്റ്റാങ്കിളിൻ്റെ വൺ സൈഡ് ലെങ്ത്ത് A ആയിട്ട് എടുക്കുന്നു, ദെൻ വിഡ്ത്ത് B ആയിട്ട് എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? നമുക്കറിയാം, ഏരിയ ഈക്വൽ ടു A ഇൻറ്റു B എന്നാണ്. ലെങ്ത്ത് ഇൻറ്റു വിഡ്ത്ത്, ഏതോ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ ലെങ്ത്ത് ഇൻറ്റു വിഡ്ത്ത് എന്നുള്ളതാണ്, നമുക്കറിയാവുന്ന കാര്യമാണ്. നെക്സ്റ്റ് നമുക്കൊരു സ്ക്വയർ നോക്കാം. സ്ക്വയർ ആണെങ്കിൽ ഫസ്റ്റ് സൈഡിന് A എന്ന് എടുത്താൽ നെക്സ്റ്റ് സൈഡ് വിഡ്ത്തിൻ്റെ സൈഡും A തന്നെയാണ് വരിക, A ആണ് വരിക, കാരണം ഒരു സ്ക്വയറിൻ്റെ എല്ലാ സൈഡ്സും ഈക്വൽ ആണ്. അപ്പോൾ A എന്ന് വന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ഏരിയ
ഈക്വൽ ടു എ സ്ക്വയർ എന്ന് വരും അല്ലേ. എ ഇൻറ്റു എ സ്ക്വയർ എന്ന് വരും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഇനി ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ നോക്കാം. റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ നമ്മൾ ബേസിനെ ബി എന്നെടുത്തു, ഈ ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിനെ എച്ച് എന്നെടുത്തു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏരിയ എത്ര കിട്ടും? ഏരിയ ഈക്വൽ ടു ഹാഫ് ബി എച്ച്, ഹാഫ് ബേസ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് കിട്ടും. ഓക്കെ, ഇനിയിപ്പോൾ ഈ ഒരു ട്രയാങ്കിള് ഈ ഒരു ഷേപ്പിലാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? ഹാഫ് ബി എച്ച് എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്യും അല്ലേ. ബി എന്നുള്ളത് ഈ ഒരു ബേസിൻ്റെ ലെങ്ത് വരും, എച്ച് എന്നുള്ളത് ഇവിടുന്ന് വരുന്ന പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസും വരും. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി നെക്സ്റ്റ് നമുക്കൊരു പാരലലോഗ്രാമിൻ്റെ ഏരിയ എങ്ങനെ വരും എന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ഈ ഒരു ബേസിൻ്റെ ഫസ്റ്റ് ഈ ഒരു ലെങ്ത്, ബേസ് ലെങ്ത് നമ്മൾ ബി എന്നെടുത്തു. ഇവിടെ നിന്ന് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, അതായത് പാരലൽ ആയിട്ട് വരുന്ന രണ്ട് സൈഡുകൾ തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിനെ എച്ചും എന്നാണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ഏരിയ എന്താ വരുന്നത്? ഏരിയ ഈക്വൽ ടു ബി ഇൻറ്റു എച്ച് എന്നാണ് വരുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. സിമ്പിളാണ്, റെക്റ്റാങ്കിളിൻ്റെ അതേ കണ്ടീഷനാണ്. പക്ഷേ എച്ച് എടുക്കുന്നത് എങ്ങനെയാണ്? പാരലലായിട്ട് വരുന്ന സൈഡുകളുടെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാനുള്ളത് ഇനി ഒരു ട്രപ്പിസോയിഡ് ആണ് വരുന്നത് എന്നുണ്ടെങ്കിൽ എങ്ങനെ വരും എന്നുള്ളതാണ്. ഓക്കെ, ഒരു ട്രപ്പിസോയിഡ് ആണ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ട്. ടോപ്പ് സൈഡിന്, ടോപ്പ് പോർഷന് നമ്മൾ എ, സ്മോൾ ലെറ്റർ എ എന്നുള്ള ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്തു. ബേസിന് താഴെയുള്ള സൈഡിന് ബി എന്ന്, അതായത് പാരലൽ ആയിട്ടുള്ള രണ്ട് സൈഡുകളാണ് എ ആൻഡ് ബി എന്ന് പറയുന്നത്. ഓക്കെ, ഇവ തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് എച്ച്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? എ പ്ലസ് ബി ബൈ 2 ഇൻറ്റു എച്ച്. എ പ്ലസ് ബി ബൈ 2 ഇൻറ്റു എച്ച്, അതായത് എ പ്ലസ് ബി പാരലലായിട്ട് വരുന്ന രണ്ട് സൈഡുകളുടെയും ആവറേജും അതിനെ നമ്മൾ ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത ആൻസറാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ബേസിക് ആയിട്ടുള്ള ജോമെട്രിക്കൽ ഫിഗേഴ്സ്. ഇനിയിപ്പോൾ നമ്മളൊരു എന്ത് പറഞ്ഞു, റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണെങ്കിൽ എങ്ങനെയാണ് ഇക്വേഷൻ വരിക എന്ന് നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ റൈറ്റ് ആംഗിൾഡ്, അതായത് ഒരു ഒബ്ലീക്ക് ട്രയാങ്കിൾ ഒക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ ജനറൽ ആയിട്ട് ഏതൊരു ട്രയാങ്കിളിൻ്റെയും ഏരിയ കാണാനുള്ള ഇക്വേഷനാണ് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു ഒബ്ലീക്ക് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ പേര് കൊടുക്കുകയാണ്, ക്യാപിറ്റൽ എ ബി സി എന്നാണ് ട്രയാങ്കിളിൻ്റെ പേര്. ഇനി നമ്മൾ പേര് കൊടുക്കുന്നത് എ എന്ന ആംഗിളിന്, ഇവിടെ ഉണ്ടാവുന്ന ആംഗിളിന് ഈ ഒരു കോർണറിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന സൈഡിനെ സ്മോൾ എ എന്നും, ബി എന്ന പോയിന്റിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ളതിനെ സ്മോൾ ബി എന്നും, സി എന്ന ആംഗിളിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡിനെ സ്മോൾ സി എന്നുമാണ് ഡിനോട്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ കേസിൽ ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഏരിയ ഈക്വൽ ടു റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി എന്നാണ്. ഇക്വേഷൻ എല്ലാവർക്കും കണ്ട് പരിചയമുള്ള ഇക്വേഷൻ തന്നെ ആവും. അപ്പോൾ ഇവിടെ എ എന്ന് പറഞ്ഞാൽ എ ബി സി എന്ന് പറഞ്ഞാൽ എന്താണ്? മൂന്ന് സൈഡിൻ്റെയും ഡിസ്റ്റൻസുകളാണ്. ഇനി ഇവിടെ അറിയാത്തൊരു ടേം ഏതാണ്? എസ് ആണ്. അപ്പോൾ എസ് കാണാനുള്ളത് ഇക്വേഷൻ ഈസ് എ പ്ലസ് ബി പ്ലസ് സി ബൈ 2. ഓർത്തിരിക്കുക, എസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ പ്ലസ് ബി പ്ലസ് സി ബൈ 2 ആണ്, 3 അല്ല കേട്ടോ. നോട്ട് ചെയ്ത് വെക്കുക, എ പ്ലസ് തെറ്റിപ്പോവാൻ സാധ്യതയുണ്ട്. എ പ്ലസ് ബി പ്ലസ് സി ബൈ 2 എന്നുള്ളതാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇതാണ് ഒരു ജനറൽ ആയിട്ട് നമുക്ക് ഒരു ട്രയാങ്കിളിൻ്റെ 3 സൈഡുകളാണ് നമുക്ക് തന്നിട്ടുള്ളത് എങ്കിൽ ഏരിയ കാണാനുള്ള ഇക്വേഷൻ. ഇനി ഇതിന് പകരം നമുക്ക് എങ്ങനെയാണ് തന്നിട്ടുള്ളത്? 2 സൈഡും തന്നിട്ടുണ്ട്, അതിനുള്ളിലുള്ള ആ 2 സൈഡുകളും എൻക്ലോസ് ചെയ്തിട്ടുള്ള ആംഗിളും ആണ് തന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ കാണാം, എങ്ങനെ ഏരിയ കാണാം എന്നുള്ള. അതായത് ഇപ്പോൾ നമുക്ക് സി എന്നുള്ള ഒരു സൈഡ് എത്രയാണെന്ന് തന്നിട്ടുണ്ട്, ബി എന്ന സൈഡും തന്നിട്ടുണ്ട്, ആംഗിൾ എയും തന്നിട്ടുണ്ട്, ക്യാപിറ്റൽ എ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ കാണാൻ നമുക്ക് ഇക്വേഷൻ അവൈലബിൾ ആണ്. ഇക്വേഷൻ എന്ന് പറയുന്നത് ഏരിയ ഈക്വൽ ടു ഹാഫ് എ ബി. അതായത് ഇപ്പോൾ ഞാനിവിടെ കൺസിഡർ ചെയ്യുന്നത് ഹാഫ് എ ബി
AB അല്ല CB ആണ്. നമ്മൾ C എന്നുള്ളൊരു സൈഡും B എന്നുള്ള സൈഡുമാണ് കൺസിഡർ ചെയ്യുന്നത്. ഇൻക്ലൂഡഡ് ആംഗിൾ ഏതിൻ്റെയാണ് തന്നിട്ടുള്ളത്? A ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ ഹാഫ് CB ഇൻറ്റു സൈൻ A എന്നുള്ളതാണ് ഏരിയ കാണാനുള്ള ഇക്വേഷൻ. ഓക്കെ, ഇനി അതേപോലെ തന്നെ നമുക്ക് സിയും എയും അതുപോലെ തന്നെ ആംഗിൾ ബിയും ആണ് തന്നിട്ടുള്ളെങ്കിൽ ഏരിയ കാണാനുള്ള ഇക്വേഷൻ എങ്ങനെ എഴുതാം? ഹാഫ് AC സൈൻ ബി. ആംഗിൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമുക്ക് തന്നിട്ടുള്ള സൈഡിൻ്റെ ഉള്ളിൽ എൻക്ലോസ്ഡ് ആയിട്ടുള്ള ഇൻക്ലൂഡഡ് ആംഗിൾ വേണം നമ്മൾ എടുക്കാനായിട്ട്. ദെൻ ഇനി നമുക്ക് തന്നിട്ടുള്ളത് AB എന്നുള്ള സൈഡും C എന്നുള്ള ഇൻക്ലൂഡഡ് ആംഗിൾ ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ഹാഫ് AB സൈൻ C എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, അപ്പോൾ ഒരു ഒബ്ലീക്ക് ട്രയാങ്കിളിൻ്റെ കേസിൽ അറിഞ്ഞിരിക്കുക, 3 സൈഡുകളാണ് തന്നിട്ടുള്ളെങ്കിൽ ഏരിയ കാണാനുള്ള ഇക്വേഷൻ √S ഇൻറ്റു S മൈനസ് A ഇൻറ്റു S മൈനസ് B ഇൻറ്റു S മൈനസ് C എന്നാണ്. അതിൽ S എന്ന് പറയുന്നത് A പ്ലസ് B പ്ലസ് C/2 എന്നാണ്. ദെൻ ഇനി നമുക്ക് 2 സൈഡുകളും അതിനുള്ളിലുള്ള ഇൻക്ലൂഡഡ് ആംഗിളും തന്നിട്ടുള്ള വെച്ചാൽ ഏരിയ കാണാനുള്ള ഇക്വേഷൻ ഹാഫ് ഇൻറ്റു product of that two given sides into sin given included angle എന്നുള്ളതാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് ഇനി ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞു ഹാഫ് BH ആണ് ഏരിയ കാണാനുള്ള ഇക്വേഷൻ. ഇനി അതല്ലാതെ നമുക്ക് സൈഡുകളാണ് തന്നിട്ടുള്ളതെങ്കിൽ എങ്ങനെ കാണാം എന്നുള്ളതാണ്. AB C എന്നാണ് സൈഡുകൾ നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പഠിച്ച ഇക്വേഷൻ എന്തായിരുന്നു? ഹാഫ് BH എന്നുള്ളത് ഇവിടെ എഴുതുമ്പോൾ എങ്ങനെ എഴുതാം? ഇവിടെ Hന് പകരം B ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഹാഫ് BA എന്ന് എഴുതാം. നമുക്ക് ബേസിന് പകരം A ആണ് കൊടുത്തിട്ടുള്ളത്, Hന് പകരം B ആണ്. അപ്പോൾ നമുക്ക് ഹാഫ് BA എന്ന് എഴുതാം. ഓക്കെ, ഇനി അതല്ലാതെ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? ഇവിടെ നമ്മൾ ഈ കോർണർ ആംഗിളിനും കൂടി നമുക്ക് നെയിമിങ് കൊടുക്കാം. ഓക്കെ, ഇങ്ങനെ നമ്മൾ നെയിമിങ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് B² ഇൻറ്റു ഈ ഒരു സൈഡാണ് B² ഇൻറ്റു കോട്ട് B/2 ആണ്. കോട്ട് B/2, അതായത് B എന്ന സൈഡിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ആംഗിളാണ് ക്യാപിറ്റൽ B എന്ന് പറയുന്നത്. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി അതല്ലാതെ മറ്റുള്ള സൈഡുകൾക്ക് എങ്ങനെ വരും? ഏരിയ കാണാനുള്ളത് നമ്മൾ നെക്സ്റ്റ് സൈഡ് എടുക്കുന്നത് B എന്നെ നമുക്ക് Aനെ വെച്ച് എങ്ങനെ റിലേറ്റ് ചെയ്യാം Bയിലേക്ക് എന്നുള്ളതാണ്. അപ്പോൾ B² ഇൻറ്റു tan A/2 എന്ന് എടുത്താലും നമുക്ക് ഏരിയ കാണാനായിട്ട് പറ്റും. ഓക്കെ, ഇനി നമുക്ക് C എന്നുള്ള ആംഗിൾ ആണ് തന്നിട്ടുള്ളതെങ്കിൽ എങ്ങനെ കാണാമെന്ന് നോക്കാം. ഏരിയ ഈക്വൽ ടു C² ഇൻറ്റു ഇവിടെ ഏരിയ അല്ല, ആംഗിൾ അല്ല, C എന്നുള്ള സൈഡാണ് തന്നിട്ടുള്ളതെങ്കിൽ C² ഇൻറ്റു നമുക്ക് കണക്ട് ചെയ്യാനുള്ള ആംഗിൾ ഏതാണ്? B ആണ് തന്നിട്ട്, Cയും B ആണ് തന്നിട്ടുള്ളതെങ്കിൽ C² ഇൻറ്റു sin 2B ഡിവൈഡഡ് ബൈ 2 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ 2 അല്ല 4 ആണ്. അങ്ങനെ നമുക്ക് ഈ ഒരു ഇക്വേഷൻസ് ഒന്നും അത്രത്തോളം ഇമ്പോർട്ടൻ്റ് അല്ല, ജസ്റ്റ് ഫസ്റ്റ് പറഞ്ഞ ഒബ്ലിക് ട്രയാങ്കിളിൻ്റെ കേസിലുള്ളതും പിന്നെ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട സ്ട്രക്ചേഴ്സിൻ്റെ പഠിച്ചിരുന്നാൽ മതി. ഈ പറഞ്ഞതെല്ലാം നിർബന്ധമായിട്ടൊന്നും പഠിക്കണ്ട. ഇനി പഠിച്ച് കഴിഞ്ഞതിന് ശേഷം സമയം ഉണ്ടെങ്കിൽ നോക്കുക, അത്രേ ഉള്ളൂ, അത്രത്തോളം ഇമ്പോർട്ടൻ്റ് അല്ല. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഏരിയ കാണാനുള്ള മെയിൻ ജിയോമെട്രിക്കൽ ഫിഗേഴ്സിൻ്റെ ഇക്വേഷൻസ് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളതാണ് മെഷർമെൻറ്റ് ഓഫ് ഏരിയ ഫ്രം ഓഫ്സെറ്റ്സ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ആ ഒരു ട്രാക്റ്റിൻ്റെ ഷേപ്പിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് എന്ത് ചെയ്യും, നമ്മൾ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ നമ്മളൊരു ഷേപ്പിൻ്റെ പ്ലാൻ വരച്ചിട്ട് എന്ത് ചെയ്യണം, അതിൽ ഓർഡിനേറ്റ്സ് അല്ലെങ്കിൽ ഓഫ്സെറ്റ്സ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡുകളാണ്. അതായത് നമ്മൾ പറഞ്ഞിരുന്നു, നമ്മൾ പ്ലാൻ വരക്കുന്ന സമയത്ത് ബൗണ്ടറീസ് ഇറഗുലർ ആയിട്ട് വരുന്ന സമയത്ത് എന്താണ്, നമ്മൾ അപ്രോക്സിമേറ്റ്സ് മെത്തേഡ്സ് വെച്ചിട്ടാണ് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു അപ്രോക്സിമേറ്റ് മെത്തേഡ്സിൽ വരുന്ന 4 റൂളുകളാണ് പറയുന്നത്. ഫസ്റ്റ് വണ്ണാണ് മിഡ് ഓർഡിനേറ്റ് റൂൾ. Second one is average ordinate rule.
Third one is trapezoidal rule. Fourth one is Simpson's rule or Simpson's 1/3 rule എന്നും പറയാറുണ്ട്. ഓക്കെ, 4 മെത്തേഡുകളാണ് മെഷർമെൻറ്റ് ഓഫ് ഏരിയ കാണാൻ അപ്രോക്സിമേറ്റ് മെത്തേഡിൽ പറയുന്നത്. ഇതിൽ സെക്കൻഡ് ലാസ്റ്റ് വരുന്ന 2 എണ്ണം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊന്നും ഫസ്റ്റത്തെ 2 എണ്ണത്തും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. കമ്പാരിറ്റീവ്ലി ഈ ലാസ്റ്റ് 2 മെത്തേഡുകളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഇപ്പം ഇനി A ലെവലിൽ വരികയാണെങ്കിലും നമുക്ക് ഏതൊരു ഇക്വേഷൻ വെച്ചിട്ടും പ്രോബ്ലം വരാവുന്നതാണ്. ഇനി അതല്ലാതെ നമുക്ക് ജസ്റ്റ് ഇക്വേഷൻ ഡയറക്റ്റ് ചോദിക്കുകയാണെങ്കിൽ കൂടുതൽ പ്രയോറിറ്റി ഉള്ളത് ഈ ട്രപ്പിസോയിഡൽ റൂളിനും അതുപോലെ തന്നെ സിംപ്സൺസ് 1/3 റൂളിനുമാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഇനി ഓരോ മെത്തേഡും എങ്ങനെയാണ് ഇക്വേഷൻ വരുന്നത് എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് മിഡ് ഓർഡിനേറ്റ് റൂൾ. മിഡ് ഓർഡിനേറ്റ് റൂളിൽ നമ്മൾ ഈ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു പ്ലാനിനെ എന്താ ചെയ്യാണ്, ഓരോ ഡിഫറെൻറ്റ് സെഗ്മെൻറ്റ്സ് ആയിട്ട് മാറ്റുകയാണ്. ഓക്കെ, അതായത് ഇപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ട്രാക്റ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ഷേപ്പിലാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് എന്ത് ചെയ്യാണ്, ഓരോ സെഗ്മെൻ്റ് ആക്കിയിട്ട് മാറ്റുകയാണ്. ഇതൊരു സെഗ്മെൻറ്റ്, ഇത് സെക്കൻഡ് വൺ, തേർഡ്, ഫോർത്ത്, ഓക്കെ, ഇങ്ങനെ നമ്മൾ സെഗ്മെൻ്റ് ആക്കി മാറ്റുകയാണ്. എന്നിട്ട് സെഗ്മെൻ്റ് ആക്കി മാറ്റിയതിന് ശേഷം ഇതിൻ്റെ മിഡ് ഓർഡിനേറ്റ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതായത് ഓരോ സെഗ്മെൻറ്റിൻ്റെയും മിഡ് ഓർഡിനേറ്റ് ആണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ പ്രത്യേകത വരുന്നത് ഈ ഓരോ സെഗ്മെൻറ്റും എടുക്കുന്നത് ഈക്വൽ ഡിസ്റ്റൻസിലാണ്. അതായത് ഫസ്റ്റ് സെഗ്മെൻറ്റ് ടു സെക്കൻഡ് സെഗ്മെൻറ്റിൻ്റെ സ്റ്റാർട്ടിങ് വരെയുള്ള ഡിസ്റ്റൻസ് D ആണ്, ഇതും D ആണ്, ഇതും D ആണ്. അതായത് ഈക്വൽ ഡിസ്റ്റൻസ്, ഈക്വൽ D എന്നുള്ള ഒരു ഈക്വൽ ഡിസ്റ്റൻസിലാണ് നമ്മൾ ഓരോ സെഗ്മെൻറ്റും കൺസിഡർ ചെയ്യുന്നത്. ഇനി ഇവിടെ നോക്കാനുള്ളത് ഇത് നമ്മുടെ ഫസ്റ്റ് സെഗ്മെൻറ്റ്, ഇത് സെക്കൻഡ് സെഗ്മെൻറ്റ്, തേർഡ് സെഗ്മെൻറ്റ്, ഫോർത്ത് സെഗ്മെൻറ്റ്, 5 സെഗ്മെൻറ്റ്. അതായത് ഇവിടെ ഉള്ള സെഗ്മെൻറ്റ്സിൻ്റെ എണ്ണം എത്രയാണ്, നമ്പർ 5 നമ്പേഴ്സാണ്. ഓക്കെ, ഇനി ഇവിടെ ഉള്ള ഓർഡിനേറ്റ്സിൻ്റെ നമ്പർ എത്രയാണ് വരുന്നത്? ഓർഡിനേറ്റ്സിൻ്റെ നമ്പർ നോക്കൂ. O1 ഫസ്റ്റ് O1 ഉണ്ട്, ദെൻ നമുക്ക് O0 എന്നെടുക്കാം, ദെൻ O1, O2, O3, O4, O5. അതായത് എത്ര ഉണ്ട്? 6 എണ്ണം. 1 2 3 4 5 6. അപ്പോൾ നമ്പർ ഓഫ് സെഗ്മെൻറ്റ്സ് എന്ന് പറയുന്നത്, സോറി, നമ്പർ ഓഫ് ഓർഡിനേറ്റ്സ് എന്ന് പറയുന്നത് എത്രയാണ്? 6 ആണ്. അപ്പോൾ അത് ഓർത്ത് വെക്കുക. സെഗ്മെൻറ്റ്സ് n ആണെങ്കിൽ അവിടെ വരുന്ന ഓർഡിനേറ്റ്സ് എന്ന് പറയുന്നത് n+1 ആണ്. ഓക്കെ, ഇത് ഏതൊരു കേസിലും ഇങ്ങനെ തന്നെയാണ് വരുന്നത്, അത് ഓർത്ത് വെക്കുക. ഇനി നമുക്കിവിടെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഏരിയ ഈക്വൽ ടു ആവറേജ് ഓർഡിനേറ്റ് ഇൻറ്റു ആവറേജ് ഓർഡിനേറ്റ് ഡിസ്റ്റൻസ് മൾട്ടിപ്ലൈഡ് ബൈ ലെങ്ത് ഓഫ് ദി ബേസ്. ഓക്കെ, എന്താണ് ഏരിയ ഈക്വൽ ടു ആവറേജ് ഓർഡിനേറ്റ് ഡിസ്റ്റൻസ് ഇൻറ്റു ലെങ്ത് ഓഫ് ദി ബേസ് ആണ്. അപ്പോൾ ഇവിടെ ആവറേജ് ഓർഡിനേറ്റ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ നമ്മൾ സെൻറ്ററിൽ എടുത്ത ഓർഡിനേറ്റ്, അതായത് ഇവിടെ നമുക്ക് എന്താ ചെയ്യേണ്ട, O0യും O5ഉം കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഉണ്ടോ? ഇല്ലല്ലോ, കാരണം അത് എൻഡ് ഓർഡിനേറ്റ്സ് ആണ്. ഇവിടെ നമ്മൾ മിഡ് ഓർഡിനേറ്റ്സ് മാത്രമാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ O1 + O2 + O3 + O4 സോറി ഓർഡിനേറ്റ്സ് ആണ് നമ്മൾ O1 O2 O3 എന്ന് നമ്പറിങ് കൊടുത്തത്. ഈ മിഡ് ഓർഡിനേറ്റിന് നമ്മൾ നമ്പർ കൊടുക്കുന്നത് H1 H2 H3 H4 ആൻഡ് H5 എന്നാണ്. അതായത് മിഡ് ഓർഡിനേറ്റിൻ്റെ വാല്യൂ ആണ് നമ്മൾ ഇവിടെ എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എന്ത് വരും?
ആവറേജ് ഓർഡിനേറ്റ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ H1 പ്ലസ് H2 പ്ലസ് H3 പ്ലസ് H4 പ്ലസ് H5 ബൈ ഡിവൈഡഡ് ബൈ എത്ര വേണം? 1 2 3 4 5. 5 സെഗ്മെന്റിൽ 5 മിഡ് ഓർഡിനേറ്റ് ആണ് ഉണ്ടാവുക. നമ്പർ ഓഫ് ഓഫ്സെറ്റ്സ് ഓർഡിനേറ്റർ എത്രയാണ് ഉണ്ടാവുക? പ്ലസ് 1 6 ആണ് ഉണ്ടാവുക. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? O1 പ്ലസ് O2 പ്ലസ് O3 പ്ലസ് O4 പ്ലസ് O5 H1 plus H2 plus H3 plus H4 plus H5 divided by 5 into length of base എന്ന് പറഞ്ഞാൽ എന്താണ്? D plus D plus D. അതായത് 5D കൂടി ചേർന്നത്. അതായത് നമുക്ക് എങ്ങനെ ഇതാ 5D എന്ന് ടോട്ടലാക്കി എഴുതി കൂടെ? 1 2 3 4 5. അപ്പോൾ ലെങ്ത് ഓഫ് ബേസ് എന്ന് പറയുന്നത് 5D ആണ്. ഈ 5നെയും നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ലാസ്റ്റ് ഇക്വേഷൻ എന്ത് വരും? ഏരിയ ഈക്വൽ ടു H1 പ്ലസ് H2 പ്ലസ് H5 വരെ വരും. അപ്പോൾ നമ്മൾ ആ ഒരു H5 മാറ്റിയിട്ട് ഒരു n നമ്പർ ഓഫ് സെഗ്മെന്റ്സ് ഉണ്ട് എന്ന് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ H2 പ്ലസ് എക്സെട്ര HN ഇൻറ്റു D എന്ന് വരും. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ മിഡ് ഓർഡിനേറ്റ് റൂള് പ്രകാരം ഏരിയ കാണാനുള്ള ഇക്വേഷൻ ഇതാണ്. A ഈക്വൽ ടു H1 പ്ലസ് H2 പ്ലസ് എക്സെട്ര HN ഇൻറ്റു D. D എന്ന് പറഞ്ഞാൽ എന്താണ്? ഓഫ്സെറ്റ്, അതായത് ഓർഡിനേറ്റ്സ് തമ്മിൽ, മിഡ് ഓർഡിനേറ്റ് അല്ല, ഓർഡിനേറ്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ സ്മോൾ d വെച്ചിട്ട് ഡിനോട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് നമുക്കിനി ആവറേജ് ഓർഡിനേറ്റ് റൂൾ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആവറേജ് ഓർഡിനേറ്റ് റൂളിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? മിഡ് ഓർഡിനേറ്റ് ഒന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ആവറേജ് ഓർഡിനേറ്റ്സ് വെച്ചിട്ട് തന്നെ അതിൻ്റെ ആവറേജ് കണ്ടിട്ടാണ് നമ്മൾ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സെക്കൻഡ് വൺ ഈസ് ആവറേജ് ഓർഡിനേറ്റ് റൂൾ. അപ്പോൾ ഇവിടെ ആവറേജ് ഓർഡിനേറ്റ് റൂളിൽ നമ്മൾ ട്രാക്റ്റ് ഉണ്ട്. ഓക്കെ, ഇതിനെ നമ്മൾ എന്ത് ചെയ്യാണ്? ഓരോ സെഗ്മെൻ്റ് ആക്കിയിട്ട് മാറ്റുകയാണ്. ഓരോ സെഗ്മെൻറ്റിൻ്റെയും ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്? D ആണ്. ഈ ഒരു ടോട്ടൽ ലെങ്തിനെ നമുക്ക് എങ്ങനെ L ആക്കിയിട്ട് എടുക്കാം? ടോട്ടൽ ലെങ്ത് ഓഫ് ബേസ് എന്നുള്ള ഒറ്റ ടേം ആക്കിയിട്ട് L ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇവിടെ L എന്ന് പറയുന്നത് എന്താണ്? L ഈക്വൽ ടു 5D ആണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഈ ഓരോ ഓർഡിനേറ്റിന് നെയിമിങ് കൊടുക്കുകയാണ്. ഓർഡിനേറ്റ് 1 O0 എന്ന് കൊടുത്തു, O1 O2 O3 O4 ആൻഡ് O5. അതായത് ഇവിടെ എത്ര സെഗ്മെൻ്റ് ഉണ്ട്? സെഗ്മെൻറ്റിൻ്റെ എണ്ണം നേരത്തെ പറഞ്ഞ അതേ കേസാണ്. സെഗ്മെൻറ്റ് എന്ന് പറയുന്നത് 1 2 3 4 5. അതായത് ഇങ്ങനെ വരുന്ന ഓരോ പോർഷനെയാണ് നമ്മൾ സെഗ്മെൻ്റ് ആയിട്ട് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് സെഗ്മെൻറ്റ്സ് എന്ന് പറയുന്നത് 5 ആണ്. ഈ നമ്പർ ഓഫ് ഓഫ്സെറ്റ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്പർ ഓഫ് ഓർഡിനേറ്റ്സ് എന്ന് പറയുന്നത് എത്രയാണ്? 1 2 3 4 5 6 എന്നാണ്. അപ്പോൾ നമ്പർ ഓഫ് സെഗ്മെൻറ്റ്സ് എന്ന് പറയുന്നത് n ആക്കി എടുത്താൽ നമ്പർ ഓഫ് ഓഫ്സെറ്റ്സ് എന്ന് പറയുന്നത് n+1 ആണ്. നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ എങ്ങനെ ഏരിയ കാണാമെന്നുള്ളതാണ്. ഏരിയ കാണാനുള്ള ഇക്വേഷനാണ് ഏരിയ ഈക്വൽ ടു ആവറേജ് ഓർഡിനേറ്റ് ഇൻറ്റു ലെങ്ത് ഓഫ് ബേസ് എന്നുള്ളതാണ്. അപ്പോൾ ആവറേജ് ഓർഡിനേറ്റ് കാണാൻ നമ്മൾ എന്ത് ചെയ്യണം? O1 പ്ലസ് O2 പ്ലസ് അങ്ങനെ ആഡ് ചെയ്ത് പോകണം. അപ്പോൾ O0 പ്ലസ് O1 പ്ലസ് എക്സെട്ര പ്ലസ് ON. നമ്മളിവിടെ 5ന് പകരം ഒരു n നമ്പർ ഓഫ് സെഗ്മെൻറ്റ്സ് ഉണ്ട് എന്ന് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ബൈ എത്ര ഒരു n ആണോ n+1 ആണോ അതോ n-1 ആണോ നമ്മൾ ഇവിടെ ഡിവൈഡ് ചെയ്യേണ്ടി വരിക? അതായത് 1 2 3 4 5 6 നമ്പർ ഓഫ് ഓർഡിനേറ്റ്സ് അവിടെ ഉണ്ട്, പക്ഷെ 5 സെഗ്മെൻറ്റ്സേ ഉള്ളൂ. നമ്മളിവിടെ n എന്ന് കൺസിഡർ ചെയ്തിട്ട് സെഗ്മെൻറ്റിൻ്റെ നമ്പറാണ്, അതുകൊണ്ട് തന്നെ ഡിവൈഡഡ് ബൈ n+1 എന്നാണ് വരിക. ഇൻറ്റു ലെങ്ത് ഓഫ് ബേസ് എന്ന് പറയുന്നത് L ആക്കി എടുക്കാം. അപ്പോൾ ആവറേജ് ഓർഡിനേറ്റ് റൂള് പ്രകാരം ഇക്വേഷൻ O0 പ്ലസ് O1 പ്ലസ് എക്സെട്ര
പ്ലസ് ഒ എൻ ഡിവൈഡഡ് ബൈ എൻ പ്ലസ് 1 ഇൻറ്റു എൽ എന്നാണ്. അവിടെ എൻ പ്ലസ് 1 എടുക്കാനുള്ള കാരണം മനസ്സിലായല്ലോ. അതുപോലെ തന്നെ എൽ എന്ന് പറയുന്നത് ടോട്ടൽ ലെങ്ത് ഓഫ് ബേസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് തേർഡ് മെത്തേഡ് നോക്കാം. തേർഡ് മെത്തേഡ് ഈസ് ട്രപ്പിസോയിഡൽ റൂൾ. ഓക്കെ, ഈ ട്രപ്പിസോയിഡൽ റൂളിൽ നമ്മൾ ഓരോ സെഗ്മെന്റിനും ഓരോ ട്രപ്പിസോയിഡ് ആയിട്ട്, അതായത് ആ ഒരു ട്രാക്റ്റിനെ നമ്മൾ ഡിഫറെൻറ്റ് നമ്പർ ഓഫ് ട്രപ്പിസോയിഡ്സ് ആണ് ആക്കി മാറ്റുന്നത്. അങ്ങനെ ട്രപ്പിസോയിഡ് ആയി മാറ്റിയതിന് ശേഷം നമ്മൾ ഓരോ ട്രപ്പിസോയിഡിൻ്റെയും ഏരിയ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ മുന്നേ നമ്മൾ ജിയോമെട്രിക് ഫിഗേഴ്സ് പറഞ്ഞ സമയത്ത് പറഞ്ഞിരുന്നു ട്രപ്പിസോയിഡിൻ്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? a+b/2 ഇൻറ്റു h എന്നുള്ളതായിരുന്നു അല്ലേ. a+b/2 ഇൻറ്റു എച്ച് എന്നായിരുന്നു ട്രപ്പിസോയിഡിൻ്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ. അപ്പോൾ ഇവിടെ നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നത്. ഓരോ ട്രപ്പിസോയിഡിൻ്റെയും ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ ആദ്യം നമുക്കൊന്ന് ഫിഗർ വരയ്ക്കാം. ഫിഗർ ഉണ്ടായാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ മനസ്സിലാവും. ഇതിന് നമ്മൾ ഓരോ ട്രപ്പിസോയിഡ് ആയിട്ടാണ് മാറ്റിയിട്ട്, അതായത് ഈ ഒരു പോർഷന് നമ്മൾ ട്രപ്പിസോയിഡ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. O0, O1, O2, O3, O4 ആൻഡ് O5. ഓരോ സെഗ്മെൻറ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയായിരുന്നു? D ആയിരുന്നു അല്ലേ. ഇത് ഫസ്റ്റ് ട്രപ്പിസോയിഡ് ഇതാണ്, സെക്കൻഡ് വൺ, തേർഡ് വൺ, ഫോർത്ത് വൺ ആൻഡ് ഫിഫ്ത്ത് വൺ. അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ ഫസ്റ്റ് വണ്ണിൻ്റെ ഏരിയ ആണ് കാണുന്നത്, A1 ആണ് കാണുന്നത്. ഈ ഒരു പോർഷൻ്റെ ഏരിയയാണ് കാണുന്നത്. അപ്പോൾ ഈ ഒരു ട്രപ്പിസോയിഡ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടെ പാരലൽ ആയിട്ട് വരുന്ന സൈഡ് ഏതൊക്കെയാണ്? O0 എന്നുള്ള ഈ സൈഡും O1 എന്നുള്ള ഈ സൈഡും ആണ് ഇവിടെ പാരലൽ ആയിട്ട് വരുന്നത്. അതായത് നമ്മളൊരു ട്രപ്പിസോയിഡ് കൺസിഡർ ചെയ്യുമ്പോൾ രണ്ട് സൈഡുകളാണല്ലോ പാരലൽ ആയിട്ട് വരുന്നത്. ആ രണ്ട് സൈഡുകളാണ് O0, O1 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? O0 + O1 ഡിവൈഡഡ് ബൈ 2. H എന്ന് പറയുന്നത് എന്തായിരുന്നു? ഈ ഒരു ഹൊറിസോണ്ടൽ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആയിരുന്നു. രണ്ട് പാരലൽ സൈഡുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ്. അതിവിടെ എത്രയാണ്? ഇതല്ലേ, രണ്ട് പാരലൽ സൈഡുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഈസ് D. അപ്പോൾ ഇൻറ്റു D എന്ന് വരും. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി ഇതേപോലെ നമ്മൾ സെക്കൻഡ് സെഗ്മെന്റിൻ്റെ കാണുമ്പോൾ എന്ത് വരും? സെക്കൻഡ് സെഗ്മെന്റിൻ്റെ കാണുമ്പോൾ ഇവിടെ ഓർഡിനേറ്റ്സ് O1 ഉം O2 ആണ് അല്ലേ. O1 + O2/2 ഇൻറ്റു D എന്ന് വരും. ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? D/2 ഇൻറ്റു O0 + O1. ഓക്കെ, അങ്ങനെ എഴുതാം. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് ഈ ഒരു n നമ്പർ ഓഫ് A5ൻ്റെത് വരെ കാണുമ്പോൾ ഒരു n നമ്പർ ഓഫ് ട്രപ്പിസോയിഡ്സിൻ്റെ ഏരിയ കാണുമ്പോൾ നമുക്ക് സമ്മപ്പ് ചെയ്തിട്ട് ടോട്ടൽ ഏരിയ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എഴുതാം. ഏരിയ ഈക്വൽ ടു നമുക്ക് എന്ത് ചെയ്യാം? എല്ലാ ഇക്വേഷനിലും ഈ ഒരു D/2 എന്നുള്ള ടേം ഉണ്ടാവും. അപ്പോൾ അതിനെ പുറത്തേക്ക് എടുക്കാം. D/2 ഇൻറ്റു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു O0 + ON. O0 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓർഡിനേറ്റ്, ON എന്ന് പറഞ്ഞാൽ എൻഡ് ഓർഡിനേറ്റ്, ഏറ്റവും അവസാനത്തെ ഓർഡിനേറ്റ്, ഇൻറ്റു 2 ഇൻറ്റു ബാക്കി വരുന്ന ഓർഡിനേറ്റ്സ് O1 + O2 + എക്സെട്രാ + ON-1. ഇതാണ് നമുക്ക് വരുന്ന ഇക്വേഷൻ. ഓക്കെ, സോറി, ഇവിടെ പ്ലസ് ഉണ്ട്. O0 + ഒന്നുകൂടെ എഴുതാം. O0 + ON എഴുതി, +2 ഇൻറ്റു O1 + O2 + എക്സെട്രാ + ON-1. ഇങ്ങനെയാണ് ഇക്വേഷൻ വരുന്നത്. എന്താണ്? D/2 O0 + ON +2 ഇൻറ്റു റിമൈനിങ് ഓർഡിനേറ്റ്സ്. ക്ലിയർ ആയല്ലോ? ഫസ്റ്റ് ഇത് നമുക്ക് ഇങ്ങനെ എഴുതാം. D/2 ഇൻറ്റു ഫസ്റ്റ് ഓർഡിനേറ്റ് പ്ലസ് ലാസ്റ്റ് ഓർഡിനേറ്റ് +2 ഇൻറ്റു റിമൈനിങ് ഓർഡിനേറ്റ്സ്. ഇങ്ങനെ വേണേലും നമുക്ക് എഴുതാവുന്നതാണ്.
അപ്പോൾ ക്ലിയർ ആയല്ലോ, ട്രപ്പിസോയിഡൽ റൂൾ ഇത്രേ ഉള്ളൂ. നമ്മൾ ആ ഒരു പ്ലാനിനെ എന്താക്കുകയാണ്, ട്രപ്പിസോയിഡ് ആക്കി മാറ്റിയതിന് ശേഷം ഓരോ ട്രപ്പിസോയിഡിൻ്റെയും ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് മെത്തേഡാണ് സിംപ്സൺ 1/3 റൂൾ. നമ്മുടെ ലാസ്റ്റ് മെത്തേഡാണ് സിംപ്സൺസ് 1/3 റൂൾ. ഓക്കെ, ഇവിടെ നമ്മൾ എങ്ങനെയാണ് ബൗണ്ടറീനെ പാരാബോളിക് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ബൗണ്ടറി ബിറ്റ്വീൻ എക്സ്ട്രീമിറ്റീസ് കൺസിഡർ ആസ് പാരാബോളിക്. മുന്നത്തെ കേസിൽ എങ്ങനെയായിരുന്നു, നമ്മൾ ട്രപ്പിസോയിഡ് ആയിട്ടായിരുന്നു കൺസിഡർ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ബൗണ്ടറി പാരാബോളിക് ആണ് കൺസിഡർ ചെയ്യുന്നത്. പിന്നെ ഇവിടെ വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്, ഇവിടെ നമ്മൾ പറഞ്ഞല്ലോ നമ്പർ ഓഫ് ഓർഡിനേറ്റ്സ് എന്ന്. ഓർഡിനേറ്റ്സിൻ്റെ നമ്പർ ഓഡ് ആവുന്ന സമയത്ത് മാത്രമേ നമുക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. Can use only when ordinates are odd. ടോട്ടൽ നമ്പർ ഓഫ് ഓർഡിനേറ്റ്സ് എന്ന് പറയുന്നത് ഓഡ് ആവുമ്പോൾ മാത്രമേ നമുക്ക് ഈ ഒരു മെത്തേഡ് സിംപ്സൺസ് റൂൾ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്, ഒരുപാട് പ്രാവശ്യം PSC ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എഴുതാൻ പറ്റും, ഓർഡിനേറ്റ്സ് ഓഡ് ആവുന്ന സമയത്ത് സെഗ്മെൻറ്റ് എന്താവും, സെഗ്മെൻറ്റിൻ്റെ നമ്പർ ഓടാണോ ഈവൻ ആണോ, സെഗ്മെൻറ്റിൻ്റെ നമ്പർ ഈവൻ ആയിരിക്കും വരുന്നുണ്ടാവുക. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് ഇവിടെ പറയാൻ പറ്റുന്ന കേസ്, ഇപ്പോൾ നമ്മൾ പറഞ്ഞു പാരാബോളിക് ആയിട്ടാണ് കൺസിഡർ ചെയ്യാൻ. അപ്പോൾ റെക്ടാങ്കുലർ ആയിട്ടുള്ള ഒരു ഏരിയയിൽ കവർ ചെയ്യുന്ന ഏരിയയും ഇപ്പോൾ ഇതിനുള്ളിൽ ഒരു പാരാബോളിക് സെക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിനുള്ളിൽ എൻക്ലോസ് ചെയ്യുന്ന ഏരിയയും തമ്മിലുള്ള ഒരു റിലേഷനാണ്. അപ്പോൾ ഏരിയ എൻക്ലോസ്ഡ് ബൈ എ പാരാബോളിക് സെഗ്മെൻറ്റ് എന്ന് പറയുന്നത് 2/3 ഓഫ് റെക്ടാങ്കുലർ ഏരിയ ആണ്. ഏരിയ എൻക്ലോസ്ഡ് ബൈ എ പാരാബോളിക് സെഗ്മെൻറ്റ് ഈക്വൽ ടു 2/3 ഓഫ് റെക്ടാങ്കുലർ ഏരിയ ആണ്. ഇവിടെ ഈ ഒരു പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കുക. ഓർഡിനേറ്റ്സിൻ്റെ നമ്പർ ഓഡ് ആവുന്ന സമയത്ത് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഒരു സിംപ്സൺസ് റൂള് യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഇക്വേഷനും കൂടി നോക്കാം. ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇക്വേഷൻ ഏരിയ ഈക്വൽ ടു D/3. D എന്ന് പറഞ്ഞാൽ എന്താണ്, സെഗ്മെൻറ്റ് തമ്മിലുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആണ്. D/3 ഇൻറ്റു ഫസ്റ്റ് ഓർഡിനേറ്റ് പ്ലസ് ലാസ്റ്റ് ഓർഡിനേറ്റ് പ്ലസ് 4 ഇൻറ്റു ഈവൻ ഓർഡിനേറ്റ്സ് പ്ലസ് 2 ഇൻറ്റു ഓഡ് ഓർഡിനേറ്റ്സ്. ഓക്കെ, ഇതാണ് ഇക്വേഷൻ വരുന്നത്. എന്താണ്, D/3 ഇൻറ്റു ഫസ്റ്റ് പ്ലസ് ലാസ്റ്റ് പ്ലസ് 4 ഇൻറ്റു ഈവൻ ഓർഡിനേറ്റ്സ് പ്ലസ് 2 ഇൻറ്റു ഓഡ് ഓർഡിനേറ്റ്സ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഫിഗറിൽ എങ്ങനെ വരും എന്നുള്ളത് നോക്കാം. അപ്പോൾ ഫിഗറിൽ എങ്ങനെയായിരുന്നു, O0, O1, O2, O3, O4 ആൻഡ് O5. ഈ ഓരോ ഡിസ്റ്റൻസും എത്രയാണ്, D ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ വരും, ഈക്വൽ ടു D/3 ഇൻറ്റു ഫസ്റ്റ് ഓർഡിനേറ്റ് ഏതാണ്, O0 ആണ്. നമ്മളിവിടെ O5ന് പകരം നമുക്കവിടെ ON എന്നാക്കാം. ഇവിടെ ON ആണ്. ദെൻ ഇവിടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് N ഇൻറ്റു D എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ഓർഡിനേറ്റ് O0 പ്ലസ് ലാസ്റ്റ് ഓർഡിനേറ്റ് ON പ്ലസ് 4 ഇൻറ്റു ഈവൻ ഓർഡിനേറ്റ്സ് ആണ് അല്ലേ. ഇവിടെ ഈവൻ ഓർഡിനേറ്റ്സ് പറഞ്ഞാൽ 2, 4, 6 ആ ഒരു പൊസിഷനിൽ വരുന്ന ഓർഡിനേറ്റ്സ്. സെക്കൻഡ് പൊസിഷനിൽ വരുന്നത് O1 ആണ്, ഫോർത്തിൽ വരുന്നത് O3 ആണ്. ദെൻ അങ്ങനെ എക്സെട്ര പോവും. അപ്പോൾ 4 ഇൻറ്റു O1 പ്ലസ് O3 പ്ലസ് എക്സെട്ര പ്ലസ് O ഇൻറ്റു N-2 എന്ന് വരും. ക്ലിയർ ആയല്ലോ. കാരണം നമുക്കിവിടെ N-2 വരാനുള്ള കാരണം എന്താ, നമുക്ക് വരുന്നത് ഈവൻ ഓർഡിനേറ്റ്സ് ആണ്. ഇനി പ്ലസ് 2 ഇൻറ്റു O2 പ്ലസ് O4 പ്ലസ് എക്സെട്ര എന്ന്.
ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി ഇവിടെ ഡൗട്ട് വരാനുള്ള സിറ്റുവേഷൻ എന്താ വെച്ചാൽ ഇവിടെ നമ്മൾ പറഞ്ഞത് 4 into ഈവൻ ഓർഡിനേറ്റ്സ് എന്നാ, 4 into ഈവൻ ഓർഡിനേറ്റ്സ് എന്നാ. പക്ഷെ നമ്മൾ ഇവിടെ ഓർഡിനേറ്റ്സ് ആക്കി എഴുതുന്ന സമയത്ത് O1 O3 അതായത് ഓഡ് നമ്പേഴ്സ് ആണ് കൊടുത്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് O0യിൽ നിന്നാണ്. നമ്മൾ ഫസ്റ്റ് ഓർഡിനേറ്റ് എന്ന് പറയുന്നത് O0 ആണ്, അതുകൊണ്ടാണ് അങ്ങനെ വന്നത്. അപ്പം ഇനി ഇവിടെ O1 O3 എന്ന് കണ്ടുകൊണ്ട് അത് ഓർഡിനേറ്റ് ആണ്. ഈ 2ൻ്റെ കൂടെ ഉള്ളത് ഈവൻ ആണ് എന്ന് പറയുന്നത്. 4ൻ്റെ കൂടെ ഉള്ളതാണ് ഈവൻ ഓർഡിനേറ്റ്സ്, 2ൻ്റെ കൂടെ ഉള്ളതാണ് ഓഡ് ഓർഡിനേറ്റ്സ്. അപ്പോൾ ഇത്രയും മെത്തേഡുകളാണ് നമുക്ക് അപ്രോക്സിമേറ്റ് മെത്തേഡിൽ വരാനുള്ളത്. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ലാറ്റിറ്റ്യൂഡും ഡിപ്പാർച്ചറും വെച്ചിട്ട് എങ്ങനെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. മെഷർമെൻറ്റ് ഓഫ് ഏരിയ ഫ്രം ലാറ്റിറ്റ്യൂഡ് ആൻഡ് ഡിപ്പാർച്ചേഴ്സ്. അപ്പോൾ മെഷർമെൻറ്റ് ഓഫ് ഏരിയ ഫ്രം ലാറ്റിറ്റ്യൂഡ് ആൻഡ് ഡിപ്പാർച്ചർ. ലാറ്റിറ്റ്യൂഡ് എന്താണ്, അതുപോലെ തന്നെ ഡിപ്പാർച്ചർ എന്താണെന്നുള്ളതൊക്കെ നമ്മൾ ട്രാവേഴ്സ് സർവേ എന്നുള്ള ചാപ്റ്ററിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ലാറ്റിറ്റ്യൂഡും ഡിപ്പാർച്ചറും ഒരു ലൈനിൻ്റെത് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ട് എങ്ങനെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാമെന്നുള്ളതാണ്. ഇതിൽ നമുക്ക് 2 മെത്തേഡ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ ബൈ ലാറ്റിറ്റ്യൂഡ് ആൻഡ് മെരിഡിയൻ ഡിസ്റ്റൻസ്. ലാറ്റിറ്റ്യൂഡ് ആൻഡ് മെരിഡിയൻ ഡിസ്റ്റൻസ്, MD എന്ന് നമ്മൾ ഷോർട്ടാക്കി വിളിക്കും. സെക്കൻഡ് മെത്തേഡാണ് ബൈ ലാറ്റിറ്റ്യൂഡ് ആൻഡ് ഡബിൾ മെരിഡിയൻ ഡിസ്റ്റൻസ്. ഓക്കെ, ഈ DMD എന്നും പറയും, ഡബിൾ മെരിഡിയൻ ഡിസ്റ്റൻസ്. ഈ 2 മെത്തേഡും വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ഏരിയ മെഷർ ചെയ്യേണ്ടത് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ബൈ ലാറ്റിറ്റ്യൂഡ് ആൻഡ് മെരിഡിയൻ ഡിസ്റ്റൻസ്. ഓക്കെ, ഇവിടെ നമ്മൾ ഈ ഒരു മെത്തേഡിന് ലാറ്റിറ്റ്യൂഡ് ആൻഡ് മെരിഡിയൻ ഡിസ്റ്റൻസിന് മറ്റൊരു പേരും കൂടിയും പറയുന്നുണ്ട്. അതാണ് ലോഞ്ചിറ്റ്യൂഡിനൽ മെത്തേഡ് എന്ന്. എന്താണ് വിളിക്കുന്നത്? ലോഞ്ചിറ്റ്യൂഡിനൽ മെത്തേഡ് എന്നും നമ്മൾ മെത്തേഡ് എന്നും പറയാറുണ്ട്. ഇവിടെ നമ്മളുടെ ഒരു മെരീഡിയനെയാണ് റെഫറൻസ് ആക്സിസ് ആക്കി എടുക്കുന്നത്. അതായത് ഇത് പ്രകാരം, ഈ ഒരു മെത്തേഡ് പ്രകാരം നമ്മൾ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ റെഫറൻസ് ആക്സിസ് എന്ന് പറയുന്നത് ഒരു മെരീഡിയൻ ആണ്. അപ്പോൾ മെരീഡിയൻ നമ്മൾ എങ്ങനെ സെലക്ട് ചെയ്യുന്നുള്ളതാണെങ്കിൽ, ഇപ്പോൾ ഇതാണ് നമ്മുടെ ഏരിയ എന്നുണ്ടെങ്കിൽ ഈ ഏരിയയിൽ നമുക്ക് എന്ത് വേണം? ഇതിൽ ഏത് പോയിന്റിലാണ് നമ്മൾ മെരിഡിയൻ സെലക്ട് ചെയ്യാന്ന് ചോദിച്ചാൽ ലെഫ്റ്റ് മോസ്റ്റ് ആയിട്ട് വരുന്ന പോയിന്റ് ഏതാണോ, അപ്പോൾ അതായത് ഈ ഫിഗറിൽ ഈ ഒരു പോയിന്റ് നമുക്കിവിടെ നെയിമിങ് കൊടുക്കാം, ABCD. ഓക്കെ, ഈ ഒരു ഇതിൽ ലെഫ്റ്റ് മോസ്റ്റ് ആയിട്ട് വരുന്ന പോയിന്റ് ഏതാണ്? A ആണ് അല്ലേ. അപ്പോൾ A എന്നുള്ള പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന മെരിഡിയനെയാണ് നമ്മൾ റെഫറൻസ് ആക്സിസ് ആക്കി എടുക്കുന്നത്. ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇവിടെ റെഫറൻസ് ആക്സിസ് എന്ന് പറയുന്നത് ഒരു മെരിഡിയൻ ആണ്. ആ മെരിഡിയൻ നമ്മൾ എങ്ങനെ ചൂസ് ചെയ്യുന്നു വെച്ചാൽ ആ ഒരു പ്ലാനിൽ അവൈലബിൾ ആയിട്ടുള്ള ഏരിയയിൽ ലെഫ്റ്റ് മോസ്റ്റ് പോയിന്റിൽ കൂടി പാസ് ചെയ്യുന്ന മെരിഡിയനെയാണ് നമ്മൾ റെഫറൻസ് ആക്സിസ് ആക്കിയിട്ട് എടുക്കുന്നത്. ഇനി ഇവിടെ നമുക്ക് അറിയേണ്ടത് എന്താണ്? ഡിസ്റ്റൻസ്, മെരിഡിയൻ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിനൽ ഡിസ്റ്റൻസ് എന്നൊക്കെ നമ്മൾ പറയും. അതെന്താണ് എന്നുള്ളതാണ്. അപ്പം നമുക്ക് AB എന്നുള്ള ലൈനിൻ്റെ മെരിഡിയൻ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിനൽ ഡിസ്റ്റൻസ് ആണ് കാണേണ്ടത് എന്നുണ്ടെങ്കിൽ അതെന്താണെന്ന് വെച്ചാൽ ഈ ഒരു റെഫറൻസ് ആക്സിസിൽ നിന്നും പെർപെൻഡിക്കുലർ ആയിട്ട് ഈ ഒരു AB എന്നുള്ള ലൈനിൻ്റെ സെൻറ്ററിലേക്കുള്ള ഡിസ്റ്റൻസിനെയാണ് ഇവിടുത്തെ മെരിഡിയൻ ഡിസ്റ്റൻസ് ഓഫ് AB എന്ന് പറയുന്നത്. ഓക്കെ, മെരിഡിയൻ ഡിസ്റ്റൻസ് ഓഫ് ഫസ്റ്റ് ലൈൻ എന്ന് പറയുന്നത് എന്താണ്? ആ ഒരു ലൈനിൻ്റെ സെൻറ്റർ പോയിന്റിലേക്ക്, മിഡ് പോയിന്റിലേക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് റെഫറൻസ് ആക്സിസിൽ നിന്നും എടുക്കുന്ന ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുക? മെരിഡിയൻ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിനൽ ഡിസ്റ്റൻസ് എന്ന് പറയുക. അപ്പോൾ എന്താണ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്? പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ദ റെഫറൻസ് ആക്സിസ്, ഫ്രം റെഫറൻസ് ആക്സിസ് അല്ലെങ്കിൽ നമുക്ക് മെരിഡിയൻ എന്നും പറയാം. റെഫറൻസ് ആക്സിസ്
to the midpoint of the line. Okay, this is മെറിഡിയൻ ഡിസ്റ്റൻസ് ഓർ ലോഞ്ചിറ്റ്യൂഡിനൽ ഡിസ്റ്റൻസ്. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് പോയിന്റിൻ്റെ, അതായത് നെക്സ്റ്റ് ലൈനിൻ്റെ മെറിഡിയൻ ഡിസ്റ്റൻസ് കാണാൻ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? മെറിഡിയൻ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അതായത് ഈ ഒരു BC എന്നുള്ള ലൈനിൻ്റെ മിഡ് പോയിന്റ് നമ്മൾ ചൂസ് ചെയ്തു. ആ മിഡ് പോയിന്റിൽ നിന്നും റെഫറൻസ് ആക്സിസിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് എന്ത് വരുന്നത്? മെറിഡിയൻ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ BC എന്നുള്ള പോയിന്റിൻ്റെ ലൈനിൻ്റെ മെറിഡിയൻ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ റെഫറൻസ് ആക്സിസിൽ നിന്നും പെർപെൻഡിക്കുലർ ആയിട്ട് BCയുടെ സെൻറ്റർ പോയിന്റിലേക്ക് എടുക്കുന്ന ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, അപ്പോൾ അത് കാണാനുള്ള ഇക്വേഷൻ ആണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ അത് കാണാൻ ഇക്വേഷൻ എങ്ങനെ വരുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. അതായത് ഇത്രയും വരെയുള്ള ഡിസ്റ്റൻസ് ഓൾറെഡി നമുക്കറിയാം, അല്ലേ? MDAB, അതായത് AB എന്നുള്ള ലൈനിൻ്റെ മെറിഡിയൻ ഡിസ്റ്റൻസ് നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. അതിലേക്ക് ഇത്രയും നമുക്കറിയാം. അതിലേക്ക് AB എന്നുള്ള ലൈനിൻ്റെ ഡിപ്പാർച്ചറിൻ്റെ ഹാഫ് പോർഷൻ ആഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇവിടെ എത്തും. AB എന്നുള്ള ലൈനിൻ്റെ ഡിപ്പാർച്ചർ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഇത്രയാണ്, അല്ലേ? ഈ ഒരു പോർഷനാണ് AB എന്നുള്ള ലൈനിൻ്റെ ടോട്ടൽ ഡിപ്പാർച്ചർ എന്ന് പറയാം. അപ്പോൾ മിഡ് പോയിന്റിലേക്കുള്ള വരുമ്പോൾ എത്രയും ഹാഫ് വരും. അപ്പോൾ AB എന്ന ലൈനിൻ്റെ മെറിഡിയൻ ഡിസ്റ്റൻസ് നമുക്ക് കിട്ടി. അതിലേക്ക് നമ്മൾ AB എന്നുള്ള ലൈനിൻ്റെ ഡിപ്പാർച്ചറിൻ്റെ ഹാഫ് കൂട്ടി. ഇനി BC എന്നുള്ള ലൈനിൻ്റെ ഡിപ്പാർച്ചർ എന്താണ്? ഈ പോർഷനല്ലേ BC എന്നുള്ള ലൈനിൻ്റെ ഡിപ്പാർച്ചർ. ഇതിൻ്റെ ഹാഫും കൂടി എടുത്താൽ എന്ത് കിട്ടും നമുക്ക്? ടോട്ടൽ മെറിഡിയൻ ഡിസ്റ്റൻസ് ടു ദി ലൈൻ BC കിട്ടും. എന്തൊക്കെയാണ്? അപ്പോൾ നമ്മൾ കോമൺ ആയിട്ടുള്ളൊരു ഇക്വേഷൻ ആയിട്ട് പറയാം. അതായത് മെറിഡിയൻ ഡിസ്റ്റൻസ് ഓഫ് എ ലൈൻ ഈക്വൽ ടു മെറിഡിയൻ ഡിസ്റ്റൻസ് ഓഫ് പ്രിസീഡിങ് ലൈൻ പ്ലസ് ഹാഫ് ദ ഡിപ്പാർച്ചർ ഓഫ് പ്രിസീഡിങ് ലൈൻ പ്ലസ് ഹാഫ് ദ ഡിപ്പാർച്ചർ ഓഫ് സെലക്ട് ലൈൻ. നമ്മൾ സെലക്ട് ചെയ്ത ലൈനിൻ്റെ ഡിപ്പാർച്ചറിൻ്റെ ഹാഫിലേക്ക് മുന്നുള്ള ലൈനിൻ്റെ ഡിപ്പാർച്ചറിൻ്റെ ഹാഫും അതുപോലെ തന്നെ ആ ഒരു മുന്നുള്ള ലൈനിൻ്റെ മെറിഡിയൻ ഡിസ്റ്റൻസും ആഡ് ചെയ്ത വാല്യൂ ആണ് നമുക്ക് കിട്ടുന്ന മെറിഡിയൻ ഡിസ്റ്റൻസ് ഓഫ് നമ്മൾ ചൂസ് ചെയ്ത ലൈന് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് എഴുതാം, ബൈ വേർഡ്സ് എഴുതാം. ഈ ക്വസ്റ്റ്യനൊന്നും അത്രത്തോളം, ഈ പോർഷനൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഇനി മിസ്സാവാതിരിക്കുക, എങ്ങാൻ ക്വസ്റ്റ്യൻ വന്നാൽ അറിയാൻ വേണ്ടിയിട്ടുള്ള ഇവിടെ കാര്യമായിട്ട് ആ മെറിഡിയൻ ഡിസ്റ്റൻസ് എന്താണെന്നുള്ളത് ഓർത്തെക്കാം. അപ്പോൾ മെറിഡിയൻ ഡിസ്റ്റൻസ് ഓഫ് എ ലൈൻ ഈക്വൽ ടു മെറിഡിയൻ ഡിസ്റ്റൻസ് ഓഫ് പ്രിസീഡിങ് ലൈൻ പ്ലസ് ഹാഫ് departure of preceding line plus half departure of selected line. ഓക്കെ, ഇതാണ് ഇക്വേഷൻ വരുന്നത്. ഈ ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ എല്ലാ പോയിന്റിൻ്റെയും എന്ത് കണ്ടു? മെറിഡിയൻ ഡിസ്റ്റൻസ് കാണും. അങ്ങനെ കണ്ടതിന് ശേഷം നമുക്ക് ടോട്ടലി ലാസ്റ്റ് കിട്ടുന്ന ഏരിയ എന്ന് പറയുന്നത് ഏരിയ ഈക്വൽ ടു സമ്മേഷൻ ഓഫ് M ഇൻറ്റു L ആണ്. വേർ M എന്ന് പറഞ്ഞാൽ എന്താണ്? മെറിഡിയൻ ഡിസ്റ്റൻസ് ആണ്. അതായത് നമ്മൾ ഓരോ ലൈനിൻ്റെയും മെറിഡിയൻ ഡിസ്റ്റൻസ് കണ്ടതാണ്. L എന്ന് വെച്ചാൽ ലാറ്റിറ്റ്യൂഡ്. ഓക്കെ, അപ്പോൾ ഈ ഒരു പോർഷന് നമുക്ക് പ്രോബ്ലം ഒന്നും A ലെവലിലായാലും വരാൻ സാധ്യതയില്ല. ഇനി വരികയാണെങ്കിൽ തന്നെ ലൈനിൻ്റെ പേര് തന്നിട്ടുണ്ടാവും, ലാറ്റിറ്റ്യൂഡും ഡിപ്പാർച്ചറും തന്നിട്ടുണ്ടാവും. അതിൽ നിന്ന് ഡയറക്റ്റ് ഈ ഒരു മുന്നേ പറഞ്ഞ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് മെറിഡിയൻ ഡിസ്റ്റൻസ് കണ്ടെത്തിയിട്ട് നമ്മൾ ഏരിയയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്ത് ചെയ്താൽ മതി? ലാറ്റിറ്റ്യൂഡായിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രം മതി. ഇതുവരെ A ലെവലിൽ നമ്മളിങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടില്ല. നമുക്ക് എക്സ്പെക്ട് ചെയ്യാം, പക്ഷേ നമ്മൾ മറ്റുള്ള SSC ചെയ്യുക, അതുപോലെ തന്നെ ഗേറ്റ് ലെവൽ എക്സാമിലൊക്കെ നമ്മളിങ്ങനെ ഇതിൽ നിന്ന് പ്രോബ്ലംസ് ചോദിച്ചിട്ട് കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് മെത്തേഡിൽ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇനി സെക്കൻഡ് മെത്തേഡ് നോക്കാം. സെക്കൻഡ് മെത്തേഡ് എന്തായിരുന്നു? ബൈ ലാറ്റിറ്റ്യൂഡ് ആൻഡ് ഡബിൾ മെറിഡിയൻ ഡിസ്റ്റൻസ്. ബൈ ലാറ്റിറ്റ്യൂഡ് ആൻഡ് ഡബിൾ മെറിഡിയൻ ഡിസ്റ്റൻസ്. ഇവിടെ ഇക്വേഷനിൽ വരുന്ന ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. എന്ത് ചെയ്യാം? മുന്നത്തെ ഇക്വേഷനിൽ നമ്മൾ ഹാഫ് ദ ഡിപ്പാർച്ചർ ആഡ് ചെയ്തിരുന്നു. ഇവിടെ ഹാഫ് അല്ല, നമ്മൾ ഫുൾ ആയിട്ട് തന്നെയാണ് ഡിപ്പാർച്ചർ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഡിപ്പാർച്ചർ ഓഫ്
double meridian distance of a line equal to DMD of a preceding line plus departure of preceding line plus departure of selected line. ഓക്കെ, ഇത്രയാണ് ഇക്വേഷൻ വരുന്നത്. ചേഞ്ച് മനസ്സിലായല്ലോ? എന്ത് മാത്രമാണ് വ്യത്യാസം വരുന്നത്? ഹാഫ് മുന്നത്തെ കേസിൽ ഉണ്ടായിരുന്നു, ഇവിടെ നമ്മൾ ഫുൾ ഡിപ്പാർച്ചർ ആണ് എടുക്കുന്നത്. ഇത് പ്രകാരം ടോട്ടൽ ഏരിയ കാണാനുള്ള ഇക്വേഷൻ എങ്ങനെ വരും? ഏരിയ ഈക്വൽ ടു സമ്മേഷൻ ഓഫ് എം ഇൻറ്റു എൽ. ഇവിടെ ക്യാപിറ്റൽ എം ആണ്. ക്യാപിറ്റൽ എം സ്റ്റാൻഡ്സ് ഫോർ ഡബിൾ മെരിഡിയൻ ഡിസ്റ്റൻസ്. എൽ മുന്നത്തെ കേസിലുള്ള പോലെ തന്നെ എന്താണ്? ലാറ്റിറ്റ്യൂഡാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? മുന്നത്തെ കേസിൽ ഏരിയ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു സ്മോൾ എം ഇൻറ്റു എൽ ആയിരുന്നു. ദാറ്റ് ഈസ് സ്മോൾ എം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? മെരിഡിയൻ ഡിസ്റ്റൻസ് ആയിരുന്നു. ഇവിടെ ക്യാപിറ്റൽ എം ഇൻറ്റു എൽ ആണ്, സമ്മേഷൻ ഉണ്ട്. ദെൻ ക്യാപിറ്റൽ എം എന്ന് പറയുന്നത് DMD, ഡബിൾ മെരിഡിയൻ ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് മെഷർമെൻറ്റ് ഓഫ് ഏരിയ കാണാൻ മറ്റൊരു മെത്തേഡും കൂടി ഉണ്ട്. മെഷർമെൻറ്റ് ഓഫ് ഏരിയ ബൈ കോർഡിനേറ്റ്സ്. മെഷർമെൻറ്റ് ഓഫ് ഏരിയ ബൈ കോർഡിനേറ്റ്സ്. അതായത് ഇപ്പം നമുക്കൊരു പ്ലാനിൽ എന്താണ് പോയിൻസിൻ്റെ ഒരു ട്രാവേഴ്സിൻ്റെ പോയിൻസിലുള്ള ഡിഫറെൻറ്റ് കോർഡിനേറ്റ്സ് ആണ് തന്നിട്ടുള്ളത് എങ്കിൽ നമുക്ക് എങ്ങനെ അതിൽ നിന്നും ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. ഇതാണ് നമുക്ക് ഏരിയ കാണാനുള്ള പോർഷൻ. അപ്പോൾ ഈ ഫസ്റ്റ് പോയിന്റിൻ്റെ കോർഡിനേറ്റ് നമുക്ക് തന്നത് x1 y1 ആണ്. ദിസ് ഈസ് x2 y2 x3 y3 x4 y4 ആൻഡ് ലാസ്റ്റ് ഓർഡിനേറ്റ് x5 y5 എന്നുള്ള. ഓക്കെ, ഇങ്ങനെ ഓർഡിനേറ്റ്സ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ ഏരിയ കാണാമെന്നുള്ളത്. അപ്പോൾ ഇതിനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഏരിയ ഈക്വൽ ടു സമ്മേഷൻ ഓഫ് പി മൈനസ് സമ്മേഷൻ ഓഫ് ക്യൂ ഡിവൈഡഡ് ബൈ എക്സ് എന്നുള്ളതാണ്. ഇവിടെ എക്സ് എന്ന് പറഞ്ഞാൽ ഓർഡിനേറ്റ്സിൻ്റെ എക്സ് ഓർഡിനേറ്റ്സിൻ്റെ നമ്പർ. പിയും ക്യൂവും എന്താണെന്നുള്ളത് എന്ത് ചെയ്യണം? നമുക്കറിയണം അല്ലേ? അപ്പോൾ പിയും ക്യൂവും കാണാനുള്ള ഇക്വേഷനാണ് പി ഈക്വൽ ടു സമ്മേഷൻ ഓഫ് പി ഈക്വൽ ടു നമുക്ക് തന്ന ഓർഡിനേറ്റ്സിൻ്റെ x1 ഇൻറ്റു y2 പ്ലസ് x2 ഇൻറ്റു y3 പ്ലസ് x3 ഇൻറ്റു y4 അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ്. ഇനി സമ്മേഷൻ ഓഫ് പി എന്ന് പറയുന്നത് y1 ഇൻറ്റു x2 പ്ലസ് y2 ഇൻറ്റു x3 പ്ലസ് y3 ഇൻറ്റു x4 അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഇത് പറയുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നും. അതെങ്ങനെയാണ് കിട്ടുന്നതെന്നുള്ളത് നമുക്ക് സിമ്പിളായിട്ട് കാണിക്കാം. അതായത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഓർഡിനേറ്റ്സിനെ നമ്മളിവിടെ എഴുതുന്നു. x1 x2 x3 x4 x5 5 ഓർഡിനേറ്റ്സ് ആണല്ലോ ഉള്ളത്. ലാസ്റ്റ് x1 ഒന്നുകൂടെ എഴുതി. ഇനി y1 y2 y3 y4 y5 ആൻഡ് y1 എന്ന് ലാസ്റ്റ് ഒന്നുകൂടെ എഴുതി. ഇനി പി കാണാനാണെങ്കിൽ ഇങ്ങനെ നോക്കിയാൽ മതി. x1 ഇൻറ്റു y2 പ്ലസ് x2 ഇൻറ്റു y3 പ്ലസ് x3 ഇൻറ്റു y4 പ്ലസ് x4 ഇൻറ്റു y5 പ്ലസ് x5 ഇൻറ്റു y1 ഇത്രയാണ് വരുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി നെക്സ്റ്റ് നമുക്ക് ക്യൂ ആണ് കാണേണ്ടത്. ക്യൂ കാണാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ y1 ഇൻറ്റു x2 വേറെ കളറിൽ കാണിക്കാം. y1 ഇൻറ്റു x2 പ്ലസ് y2 ഇൻറ്റു x3 പ്ലസ് y3 ഇൻറ്റു y4 പ്ലസ് y4 ഇൻറ്റു y5 പ്ലസ് y5 ഇൻറ്റു x1 ഇങ്ങനെ വരും. ഇങ്ങനെ
നിങ്ങൾ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയില്ല, എങ്കിലും അറിഞ്ഞിരിക്കും. ഇനി എങ്ങാൻ വന്നാൽ നിങ്ങളെ ബൈ ഹാർട്ട് പഠിച്ചിട്ടില്ലെങ്കിലും ഈ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് എഴുതി നോക്കിയിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പിക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എന്ത് വരുന്നു? പി എന്ന് പറഞ്ഞാൽ x1 y2 പ്ലസ് x2 y3 പ്ലസ് x3 y4 പ്ലസ് x4 y5 പ്ലസ് x5 y1. അതുപോലെ തന്നെ സമ്മേഷൻ ഓഫ് ക്യൂ എന്ന് പറയുന്നത് എന്താണ്? y1 x2 പ്ലസ് y2 x3 പ്ലസ് y3 x4 പ്ലസ് y4 x5 പ്ലസ് y5 x1. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ ഓർഡിനേറ്റ്സ് വെച്ചിട്ടാണെങ്കിൽ ഇക്വേഷൻ ഈസ് ഏരിയ ഈക്വൽ ടു സമ്മേഷൻ ഓഫ് പി മൈനസ് സമ്മേഷൻ ഓഫ് ക്യൂ ബൈ എക്സ് എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ മെഷർമെൻറ്റ് ഓഫ് ഏരിയയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു ടേമാണ്, ദാറ്റ് ഈസ് പ്ലാനിമീറ്റർ. മെഷർമെൻറ്റ് ഓഫ് ഏരിയ ബൈ പ്ലാനിമീറ്റർ. ഓക്കെ, അപ്പോൾ പ്ലാനിമീറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിട്ടുള്ള പ്ലാനിലോ മാപ്പിലോ ഉള്ള ഏരിയ മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ ഓർത്ത് വെക്കുക. പ്ലാനിമീറ്റർ എന്നാലാണ് ഇറ്റ് ഈസ് ആൻ ഇൻസ്ട്രുമെൻറ്റ് യൂസ്ഡ് ടു മെഷർ ദ ഏരിയ ഇൻ എ ഗിവൺ പ്ലാൻ ഓർ മാപ്പ്. നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന പ്ലാനിമീറ്ററിൻ്റെ പേരാണ് ആംസ്ലർ പോളാർ പ്ലാനിമീറ്റർ. ഓക്കെ, ക്ലിയർ ആണല്ലോ. എന്താണ് ആംസ്ലർ പോളാർ പ്ലാനിമീറ്റർ എന്നുള്ളതാണ് കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ പ്ലാനിമീറ്റർ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? തന്നിട്ടുള്ള പ്ലാനിലോ മാപ്പിലോ ഉള്ള ഏരിയ ഡയറക്റ്റ് ആയിട്ട് മെഷർ ചെയ്യാനുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് ആയിട്ടാണ്. ഓക്കെ, ക്ലിയർ ആണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് മെഷർമെൻറ്റ് ഓഫ് ഏരിയ എന്നുള്ള ഭാഗത്ത് വരുന്നത്. ഇനി ഇതിലുള്ള പ്രോബ്ലംസ് ഒക്കെ ലാസ്റ്റ് നമുക്ക് വോളിയത്തിൻ്റെ മെഷർമെൻറ്റും കൂടി പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം വർക്കൗട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് നമുക്കിനി മെഷർമെൻറ്റ് ഓഫ് വോളിയം ഡിസ്കസ് ചെയ്യാം. സാധാരണ ആയിട്ട് നമ്മൾ വോളിയം മെഷർമെൻറ്റ് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളൊരു ഇതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് ഇപ്പോൾ ഒരു റോഡ് വർക്ക് നടക്കുകയാണ്. അപ്പോൾ ആ ഒരു എർത്ത് വർക്കിൻ്റെ വോളിയം നമ്മൾ എന്തിനാണ് കാണുന്നത്? അതിൻ്റെ കറക്റ്റായിട്ടുള്ള അലൈൻമെൻറ്റ് നമുക്ക് ഇപ്പോൾ റോഡ്, സീവർ അല്ലെങ്കിൽ കനാൽ ഇതിൻ്റെയൊക്കെ കേസിലും കറക്റ്റായിട്ടുള്ള ഒരു അലൈൻമെൻറ്റ് കിട്ടാൻ, അതല്ലെങ്കിൽ നമുക്ക് റോഡിന് വേണ്ടി പേയ്മെൻറ്റിന് വേണ്ടി യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് എത്രത്തോളം വേണം എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാനൊക്കെ എന്ത് ചെയ്യണം? നമ്മൾ വോളിയം മെഷർ ചെയ്യണം. അതേപോലെ തന്നെ നമുക്ക് റിസർവോയറിൻ്റെ വോളിയം കാൽക്കുലേറ്റ് ചെയ്യുന്നതൊക്കെ എന്തിനാണ്? ആ ഒരു സ്ട്രക്ചർ ഡിസൈൻ ചെയ്യാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ സാധാരണ ആയിട്ട് ഒരു റിസർവോയറിലുള്ള വോളിയം മെഷർ ചെയ്യാൻ നമ്മൾ സാധാരണയായിട്ട് കോണ്ടൂർ മാപ്സ് ആണ് ജനറലി യൂസ് ചെയ്യാറുള്ളത്. അതൊന്ന് അറിഞ്ഞിരിക്കുക. പിന്നെ പറയാനുള്ളത്, സാധാരണയായിട്ട് നമുക്ക് വോളിയം കാണാനുള്ള ഇക്വേഷൻ എന്താണ്? വോളിയം ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് അല്ലെങ്കിൽ ഡെപ്ത് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ എല്ലാ കേസിലും, അതായത് ഇപ്പോൾ ഒരു ലാർജ് എഞ്ചിനീയറിംഗ് വർക്കൊക്കെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് എപ്പോഴും വോളിയം കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റിക്കൊള്ളണം എന്നില്ല. അങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് നമുക്ക് വേറെ കുറച്ച് റൂളുകളും അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് നമ്മളൊരു ട്രപ്പിസോയിഡൽ, ഒരു സാധാ ട്രപ്പിസോയിഡൽ സെക്ഷൻ ആണെങ്കിൽ എങ്ങനെ ഏരിയ വരും എന്നുള്ളത് നമുക്ക് നോക്കാം. ഏരിയയും വോളിയവും എങ്ങനെ വരും? ഒരു ട്രപ്പിസോയിഡൽ സെക്ഷനാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ട്രപ്പിസോയിഡിനെ എങ്ങനെ ചെയ്യാം? ഒരു റെക്റ്റാങ്കിളും 2 ട്രയാങ്കിളും ആക്കിയിട്ട് മാറ്റാനായിട്ട് പറ്റും. ഇനി ഇവിടെയുള്ള ഡയമെൻഷൻസ് മാർക്ക് ചെയ്യാം. ബേസ് എന്ന് പറയുന്നത് ബി ആണ്. ഈ ഒരു ഡെപ്ത് ഡി ആക്കി എടുത്തു. ദെൻ ഇവിടെ വരുന്ന സ്ലൈഡ് സ്ലോപ്പ് എന്ന് പറയുന്നത് S:1 ആണ്. എത്രയാണ്? S:, സൈഡ് സ്ലോപ്പ് ഈസ് S:1. ദെൻ ഈ ഒരു ഡിസ്റ്റൻസ് അപ്പോൾ എത്ര വരും? BN അല്ലേ വരിക? ഈ ഒരു ഡിസ്റ്റൻസ് താഴെ ഭാഗം B ആണ്, അപ്പോൾ ടോപ്പിലും BN വരും. ഇനി നമുക്ക് ഈ ഒരു പോർഷൻ എത്ര വരും? എന്താ വരുന്നുണ്ടാവുക? S:1 ആവുമ്പോൾ S ആവൂലേ വരുന്നുണ്ടാവുക. അപ്പോൾ ഇവിടെ നമുക്ക് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? വോളിയം ഏരിയ എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു റെക്ടാങ്കുലർ പോർഷൻ്റെ ഏരിയ പ്ലസ് ഈ 2 ട്രയാങ്കുലർ പോർഷൻ്റെ ഏരിയ എന്നുള്ള. അപ്പോൾ ഈ ഒരു റെക്ടാങ്കുലർ പോർഷൻ്റെ ഏരിയ എന്താണ്? B × D എന്നുള്ളത് നമുക്ക് കിട്ടും.
ഓക്കെ, ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ബി ഇൻറ്റു ഡി എന്നുള്ളത് കിട്ടും. അതേപോലെ തന്നെ ഇനി നമുക്ക് എന്ത് വേണം, ഈ ഒരു ട്രയാങ്കുലാർ ഏരിയൻ്റെയും കൂടി വേണം അല്ലേ. അപ്പോൾ 2 ട്രയാങ്കുലാർ ഏരിയ ഉണ്ട് നമുക്ക്. അപ്പോൾ 2 ഇൻറ്റു ഹാഫ് ബി എച്ച് ആണല്ലോ നമ്മൾ സാധാരണ എടുക്കല്. അപ്പോൾ ബി എന്ന് പറയുന്നത് എസ് ഇൻറ്റു ഡി സ്ക്വയർ എന്ന് വരും. ഓക്കെ, നമുക്ക് 2ഉം 2ഉം ക്യാൻസലാക്കാം. ലാസ്റ്റ് എന്ത് വരും, ബി ഡി പ്ലസ് എസ് ഡി സ്ക്വയർ എന്ന് വരും. സാധാരണ ആയിട്ട് ഒരു ട്രപ്പിസോയിഡൽ സെക്ഷൻ ആണെങ്കിൽ ഏരിയ കാണാനുള്ള ഇക്വേഷൻ ആണ്. ഇനി നമുക്ക് ഇതിലേക്ക് വോളിയം ആക്കി മാറ്റണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, വോളിയം ഈക്വൽ ടു ബി ഡി പ്ലസ് എസ് ഡി സ്ക്വയർ ഇൻറ്റു എൽ വരും ലെങ്ത്തിൽ. അതായത് ഇപ്പോൾ ഈ ഒരു ഫിഗറിൽ നമ്മളൊരു ഫ്രണ്ട് പോർഷൻ മാത്രമാണ് കാണിച്ചിട്ടുള്ളത്. ഒരു സെക്ഷൻ കട്ട് ചെയ്താൽ, ഇപ്പം ഇങ്ങനെ ഒരു സെക്ഷൻ കട്ട് ചെയ്താലുള്ള ഈ ഒരു ഫ്രണ്ട് പോർഷൻ മാത്രമാണ് കാണിച്ചിട്ടുള്ളത്. ഇതിന് എന്തും കൂടി ഉണ്ടാവും, ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നുണ്ടാവില്ല. എർത്ത് വർക്കിൻ്റെ ഇപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. റോഡിൻ്റെ ഒക്കെ കേസിലാണെങ്കിൽ ഇതിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് എൽ എന്നുള്ളൊരു ലെങ്ത്തിന് പോകുന്നുണ്ടാവും. ആ ഒരു എൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ടോട്ടൽ വോളിയം നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇക്വേഷൻ അറിയിക്കുക ബി ഡി പ്ലസ് എസ് ഡി സ്ക്വയർ എന്നത്. ഇനി നമുക്ക് വോളിയം കാണാൻ നമ്മൾ ഏരിയൻ്റെ കേസിൽ പറഞ്ഞ പോലെ തന്നെ 3 മെത്തേഡുകളുണ്ട്. ഫസ്റ്റ് വണ്ണാണ് ബൈ മീൻ ഏരിയ മെത്തേഡ്. ബൈ മീൻ ഏരിയ മെത്തേഡ്. ഈ ഒരു മെത്തേഡ് പ്രകാരം വോളിയം ഈക്വൽ ടു മീൻ ഏരിയ ഇൻറ്റു ലെങ്ത് ആണ്. ഓക്കെ, മീൻ ഏരിയ നമ്മൾ കാണണം. അപ്പോൾ മീൻ ഏരിയ കാണാൻ നമുക്ക് എന്തറിയാം, ഓരോ കോർഡിനേറ്റിൻ്റെയും ഏരിയ കാണാം. A0 പ്ലസ് A1 പ്ലസ് എക്സെട്ര പ്ലസ് AN ഡിവൈഡഡ് ബൈ N ഇൻറ്റു L എന്ന് വരും. ഓക്കെ, സിമ്പിളായിട്ട് ഓരോ സെക്ഷൻ്റെയും ഏരിയ കണ്ടിട്ട് എന്ത് ചെയ്യുക, ടോട്ടൽ ഏരിയ ആക്കി മീൻ ഏരിയ ആക്കി മാറ്റുക ഇൻറ്റു ലെങ്ത് ചെയ്യുക. ഇനി പറയുന്ന 2 മെത്തേഡുകളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. സെക്കൻഡ് വണ്ണാണ് എൻഡ് ഏരിയ ഫോർമുല, അതല്ലെങ്കിൽ ട്രപ്പിസോയിഡൽ ഫോർമുല എന്ന് പറയും. അപ്പോൾ ഇതിൽ ഏത് വേണമെങ്കിലും ക്വസ്റ്റ്യനിൽ ചോദിക്കാം. ഒന്നുകിൽ ട്രപ്പിസോയിഡൽ ഫോർമുല എന്നാവും, അതല്ലെങ്കിൽ എന്താവും തന്നിട്ടുണ്ടാവുക, എൻഡ് ഏരിയ ഫോർമുല എന്നുള്ളതാവും. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് മുന്നേ നമ്മൾ പഠിച്ച ട്രപ്പിസോയിഡൽ റൂൾ ഉണ്ടല്ലോ മെഷർമെൻറ്റ് ഓഫ് ഏരിയയിൽ, അതുമായി കണക്ട് ചെയ്ത് വരുന്നത് തന്നെയാണ്. ഓർഡിനേറ്റിന് പകരം ഇവിടെ ഏരിയ ആവും എന്നുള്ളൊരു വ്യത്യാസം മാത്രമുള്ളൂ. അപ്പോൾ വോളിയം ഈസ് ഈക്വൽ ടു ഡി ബൈ 2. ഇവിടെ ഡിക്ക് പകരം എച്ച് എന്നാക്കാം, അതായത് ആ ഒരു ഹൈറ്റിനെയാണ് ഉദ്ദേശിക്കുന്നത്. നമുക്കിവിടെ എച്ച് എന്ന് കൊടുക്കാം, ഇനി കൺഫ്യൂഷൻ ആവണ്ട. എച്ച് ബൈ 2 ഇൻറ്റു എന്തായിരുന്നു നേരത്തെ ഇക്വേഷൻ, മെഷർമെൻറ്റ് ഓഫ് ഏരിയ കാണാൻ ഏരിയ ഈക്വൽ ടു ഡി ബൈ 2 ഇൻറ്റു O01, അതായത് ഫസ്റ്റ് ഓർഡിനേറ്റ് പ്ലസ് ലാസ്റ്റ് ഓർഡിനേറ്റ് പ്ലസ് 2 ഇൻറ്റു റിമൈനിങ് ഓർഡിനേറ്റ്സ് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഏരിയ പ്ലസ് ലാസ്റ്റ് ഏരിയ, ഫസ്റ്റ് ഏരിയ ആണ് A0 പ്ലസ് ലാസ്റ്റ് ഏരിയ പ്ലസ് 2 ഇൻറ്റു റിമൈനിങ് ഏരിയ A2 പ്ലസ് എക്സെട്ര പ്ലസ് AN-1. ഓക്കെ, അപ്പോൾ ഇതാണ് ട്രപ്പിസോയിഡൽ ഫോർമുല പ്രകാരമുള്ള ഇക്വേഷൻ. തേർഡ് വൺ ആണ് സിംപ്സൺസ് ഫോർമുല. അതല്ലെങ്കിൽ ഇതിനെ നമ്മൾ പ്രിസമോയിഡൽ ഫോർമുല എന്നും പറയാറുണ്ട്. സിംപ്സൺസ് ഫോർമുല ഓർ പ്രിസമോയിഡൽ ഫോർമുല എന്നും പറയാറുണ്ട്. ഇത് പ്രകാരം വോളിയം കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് H/3 ഇൻറ്റു മുന്നേ പഠിച്ച സെയിം സിംപ്സൺസ് റൂളിൻ്റെ സെയിം ആണ്, വ്യത്യാസം ഓർഡിനേറ്റ് തന്നെ പകരം ഇവിടെ എന്തുണ്ടാവും, ഏരിയ ആണ് തന്നിട്ടുണ്ടാവും. അപ്പോൾ H/3 പ്ലസ് ഫസ്റ്റ് ഏരിയ പ്ലസ് ലാസ്റ്റ് ഏരിയ പ്ലസ് 4 ഇൻറ്റു ഈവൻ ഏരിയാസ്. അപ്പോൾ ഈവൻ ഏതൊക്കെ വരും, A1 പ്ലസ് A3 പ്ലസ് എക്സെട്ര പ്ലസ് 2 ഇൻറ്റു ഓഡ് ഏരിയാസ് A4 പ്ലസ് A6 പ്ലസ് എക്സെട്ര എന്ന് വരും. ഇതാണ് സിംപ്സൺസ് റൂള് പ്രകാരമുള്ള ഇക്വേഷൻ വരുന്നത്. ഇവിടെയും സെയിം കണ്ടീഷൻ, മുന്നേ സിംപ്സൺസ് റൂളിൽ നമ്മളൊരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്, എന്ത്, ഓർഡിനേറ്റ്സിൻ്റെ എണ്ണം ഓഡ് ആവുന്ന സമയത്ത് മാത്രമേ നമുക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. സെയിം റൂൾ ഇവിടെയുണ്ട്.
ഓർഡിനേറ്റ്സിൻ്റെ നമ്പർ ഓഡ് ആവുന്ന സമയത്ത് മാത്രമേ നമുക്ക് സിംപ്സൺസ് റൂൾ യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ വോളിയം മെഷർമെൻറ്റിന് 3 മെത്തേഡാണ് പഠിച്ചത്: മീൻ ഏരിയ മെത്തേഡ്, ട്രപ്പിസോയിഡൽ മെത്തേഡ് ആൻഡ് സിംപ്സൺസ് ഫോർമുല. ഓക്കെ, നെക്സ്റ്റ് ഇനി വരുന്നൊരു ടേമാണ് പ്രിസമോയിഡൽ കറക്ഷൻ എന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് പറഞ്ഞ 2 മെത്തേഡുകൾ, അതായത് ട്രപ്പിസോയിഡൽ റൂളും ട്രപ്പിസോയിഡൽ ഫോർമുലയും അതുപോലെ തന്നെ പ്രിസമോയിഡൽ ഫോർമുലയും വെച്ചിട്ട് നമ്മൾ വോളിയംസ് കാൽക്കുലേറ്റ് ചെയ്യാണ്. 2 മെത്തേഡിലും വോളിയം കാൽക്കുലേറ്റ് ചെയ്തു. ആ 2 വാല്യൂകൾ, നമുക്ക് ലാസ്റ്റ് എൻഡിൽ കിട്ടിയ വോളിയംസ് തമ്മിലുള്ള ഡിഫറൻസിനെയാണ് പ്രിസമോയിഡൽ കറക്ഷൻ എന്ന് പറയുന്നത്. പ്രിസമോയിഡൽ കറക്ഷൻ എപ്പോഴും സബ്സ്ട്രാക്റ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ പ്രിസമോയിഡൽ കറക്ഷൻ എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് ഇൻ വോളിയം ബിറ്റ്വീൻ ദ ട്രപ്പിസോയിഡൽ ഫോർമുല ആൻഡ് പ്രിസമോയിഡൽ ഫോർമുലയാണ്. ദിസ് കറക്ഷൻ ഈസ് ഓൾവേസ് സബ്ട്രാക്റ്റീവ്. എന്തുകൊണ്ടാണ് സബ്ട്രാക്റ്റീവ് ആയത്? ഈ ഒരു ട്രപ്പിസോയിഡൽ ഫോർമുല പ്രകാരം നമ്മൾ കണ്ടെത്തുന്ന വോളിയം എന്ന് പറയുന്നത് ഒരു ഓവർ എസ്റ്റിമേറ്റഡ് വാല്യൂ ആണ്. അതുകൊണ്ട് തന്നെ എന്താണ്, ഇതെപ്പോഴും ഈ ഒരു കറക്ഷൻ എപ്പോഴും സബ്ട്രാക്റ്റീവ് വാല്യൂ ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് തിയററ്റിക്കൽ പോർഷൻ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇക്വേഷൻസ് അറിഞ്ഞിരിക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ട്രപ്പിസോയിഡൽ റൂളും പ്രിസമോയിഡൽ റൂളും ആണ്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് അറിഞ്ഞിരിക്കുക. ഇക്വേഷൻസ് കാണാതെ തന്നെ പഠിക്കുക. ഇനി നമുക്ക് ഇതിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും കൂടിയും ഡിസ്കസ് ചെയ്യാം.